ഇസബേലിനെ ഭയന്ന് ഓടിപ്പോകുന്ന ഏലിയാവ് മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ നിരാശയോടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. വലിയ നിരാശയിലും ഭയത്തിലുമായിരിക്കുന്ന മരണം ആഗ്രഹിക്കുന്ന ഏലിയാവിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇസബേലിനെ ഭയന്നോടിപ്പോയി മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ മരിച്ചു വീണ ഏലിയാവെന്നല്ല ബൈബിളിൽ ഏലിയാവിനെ കുറിച്ച് പറയുന്നത്. അഗ്നിരഥത്തിൽ അഗ്നിയശങ്ങളിൽ മരണം കാണാതെ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവെന്നാണ്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, നിരാശയുടെ മധ്യത്തിൽ മുമ്പിലേക്ക് പോകുവാൻ കഴിയാതെ ഭയന്ന് മരണം ആഗ്രഹിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് പറവാനൊരു ദൂതുണ്ട്. നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിനക്കിനിയും ഒരുപാട് ദൂരം മുമ്പിലേക്ക് പോകുവാനുണ്ട്. വേദനയുടെ, പരാജയത്തിന്റെ, കണ്ണുനീരിന്റെ, തകർച്ചയുടെ ഈ ചൂരച്ചിയുടെ കീഴിൽ നീ മരിച്ചു വീഴുകയില്ല. നീ അവസാനിക്കുകയില്ല. നിനക്കൊരു ദൂരയാത്രയുണ്ട്.